ഹലോ, കോഴിക്കോട് ബീച്ചിൻ്റെ ചില കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ബീച്ച് കാണാമെന്ന് കരുതി ഇങ്ങനെ ഇറങ്ങിയതാണ്. ചെറിയൊരു മഴയും ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു. സാധാരണ ബീച്ചിൽ പോകുമ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ടയേർഡൊക്കെ ആവുമല്ലോ. അപ്പോൾ നല്ല തണുപ്പും കാറ്റും മഴയെല്ലാം കൂടി അടിപൊളി ക്ലൈമറ്റായിരുന്നു. ഇവിടെ ഒരു മേൽപ്പാലം ഉണ്ടായിരുന്നു, കടൽപ്പാലം. അതിൻ്റെ അവശിഷ്ടങ്ങൾ 4-5 കൊല്ലം മുമ്പ് ഇതിൻ്റെ മറ്റു വലിയ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നശിച്ചു. അപ്പോൾ ഈ അവശേഷിക്കുന്ന ഈ കാലുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയായിട്ട് ഇത് കാണാനൊക്കെ. ഇതിവിടെ റീസെൻ്റ്ലി വെച്ചേക്കുന്ന ഒരു പ്രതിമയാണ്. നല്ല രസമുണ്ട് കാണാൻ. ബുക്ക് വായിക്കുന്ന ഒരു പെൺകുട്ടി. ഇവിടെ ഒരു ചെറിയ ലൈറ്റ് ഹൗസ് ഉണ്ട്. ഈ മരത്തിൻ്റെ അകത്തൂടെ ഈ ലൈറ്റ് ഹൗസ് കാണാൻ പ്രത്യേക രസമാണ് കാണാൻ. പിന്നെ നമ്മുടെ ബീച്ചിൻ്റെ ഒരു സൈഡിൽ ഒത്തിരി ശില്പങ്ങളായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ശില്പങ്ങളൊക്കെ പോകുന്ന വീഡിയോ എടുത്തു. ഒരുപാടെണ്ണമുണ്ട്. ഒരു 10-15 എണ്ണം ഉണ്ട് നീളത്തിൽ. ഇങ്ങനെ ഓരോരോ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് അതിനെ മുകളിൽ വെച്ചേക്കുക. ഇവിടെ ഓരോ തട്ടുകടകൾ ഇങ്ങനെ അടച്ചിട്ട് ഇരിക്കുന്നുണ്ടോ, എന്ത് പറ്റിയെന്ന് അറിയില്ല. സാധാരണ നമ്മളെ ബീച്ചിൽ വരുമ്പോൾ ഇവിടെ ഐശ്വര്യതയും ഉപ്പിലിട്ടതൊക്കെ ഒരു ആളുകൾക്കൊക്കെ ഒരു കൗതുകമുള്ളൊരു സംഭവമാണ്. ഫുഡ് പിന്നെ നമ്മളെ ഇവിടുത്തെ ഫുഡ് ആണ് എല്ലാവർക്കും ഇഷ്ടവും. എല്ലാവരും എന്താ പറയുക, ഒരു വൈബായിട്ട് കാണുന്ന സ്ഥലമാണ് കോഴിക്കോട്. ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരള എന്നാണല്ലോ പറയാറ്. ബീച്ചിലുണ്ട് ഇത് ആദ്യം പറഞ്ഞത് ഒരു കട്ടിങ് പോലെ വന്നിട്ടുണ്ട്. വെള്ളം കയറിയിട്ടാന്ന് തോന്നുന്നു. ബീച്ചിൻ്റെ കാഴ്ചകൾ